ഗോപാൽ സാറാണ്. നമ്മുടെ +1 മാത്സ് എക്സാം നന്നായി ടഫായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ എക്സാം എന്ന് പറയാൻ +1 ക്രിസ്മസ് മാത്സ് എക്സാം ഒന്നുകൂടി നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിന് കാരണങ്ങൾ 1-2 ഉണ്ട്. ഒന്നാമത്തെ കാരണം, ഇതിപ്പോ എന്തായാലും ഇത് ചോർച്ച എന്നുള്ളത് മീൻസ് ലീക്ക് ചെയ്തു എന്നുള്ളത് ഏകദേശമൊക്കെ ഒന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഏത് രീതിയിൽ കൂടെ വാല്യൂ ചെയ്യും? ടീച്ചർമാർ വാല്യൂ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ പല കുട്ടികളും ഈ ചാനൽ കണ്ടിട്ട് എഴുതിയവർ കാണും, നന്നായിട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന് പക്ഷെ ഈ ചാനലൊന്നും കാണാത്തവരും കുട്ടികൾ കാണും. ഇത് എങ്ങനെ അവര് ബാലൻസ് ചെയ്യും? പല കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ ഒരു മാനസികാവസ്ഥ മീൻസ് പല രീതിയിൽ കൂടെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ രീതിക്ക് പറയുവാണെങ്കിൽ ഈ എക്സാം ഒന്നുകൂടെ ഒറ്റൊരെണ്ണം മാത്സിന്റെ എക്സാം +1 മാത്സ് ക്രിസ്മസ് എക്സാം ഒന്നുകൂടി നടത്തണം. രണ്ടാമത് നടത്തണം എന്ന് പറയാനുള്ള ഒരു കാരണം, ആദ്യമായിട്ടാണ് ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം +1 എക്സാമിനായിട്ട് വന്നുള്ളത്. അത് ക്രിസ്മസ് എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിൽ പോലും ഇത്രയും ടഫായ ചരിത്രമില്ല. ഇങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസുകളൊന്നും വന്നിട്ടേ ഇല്ല. അപ്പൊ അതൊരു പ്രത്യേകതയായിട്ടുള്ള സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ കാരണത്താൽ കുട്ടികൾക്കൊരു സന്തോഷം, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥ ഇച്ചിരി മോശമാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടി അവർ എഴുതാനേ ചിന്തിച്ചിട്ടല്ല പോയത്. സാധാരണ ഒരു എക്സാം ഇത്ര നാളും നടന്നു, അതൊക്കെയല്ലേ നമ്മുടെ രീതിക്കുള്ള ഒരു പരിചയം. ഇത്ര നാളും ഒക്കെ ഉള്ള രീതി കൂടെ ഞാനും പഠിച്ചോട്ട് പോയിട്ടുണ്ട്. അതിനനുസരിച്ച് ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് അല്ലേ ഇങ്ങനെ മാറി മാറി. അപ്പൊ എന്തായാലും അതൊരു വിഷമം പിടിച്ചൊരു സംഭവമായി പോയി. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് അതേ അഭിപ്രായമാണെങ്കിൽ ഉറപ്പായിട്ട് മാക്സിമം മക്കളെ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ മാത്സ് എക്സാം +1 ക്രിസ്മസ് എക്സാം ഒന്നുകൂടി നടത്തി, അത് ഒത്തിരി ഒന്ന് ഈസിയാക്കാൻ വേണ്ടി അല്ല, എത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന രീതിയിൽ കൂടെ ഒരു എക്സാം കുട്ടികൾക്ക് പഠിച്ചുകൊണ്ട് പോയവർക്ക് എഴുതാൻ പറ്റുന്ന എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഒരു എക്സാം വരണം. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ രീതി മാറ്റം, അതിൻ്റെ രണ്ടാമത്തേത് ചോർച്ച, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തോ ഒരു സംഭവം പോലെ തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ രീതി ഇപ്പോഴത്തെ ഇത് മാറ്റിക്കൊണ്ട് ഒരു പുതിയ എക്സാം പഴയ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതി കൂടി ഇട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മീൻസ് അവരുടെ ആത്മധൈര്യം കൂട്ടണം. ഇല്ലെങ്കിൽ അവർ തകർന്നു പോകും. ഇങ്ങനെയൊക്കെയാണോ എക്സാം എന്ന് വിചാരിച്ചുകൊണ്ട് പല കുട്ടികൾക്കും ഇപ്പോഴേ ആകെ ഒരു വിഷമമുണ്ട്. ഇനി പേപ്പറിന്റെ മാർക്ക് വരുമ്പോഴത്തേക്ക് ഇനി അതൊരു പേടി. ഇതൊക്കെ മാറ്റണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് പുതിയ എക്സാം നടത്തണം. ഓക്കെ, ഇതൊന്നും നിങ്ങളോടൊന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു. മാക്സിമം മക്കളെ എല്ലായിടത്തും ഷെയർ ചെയ്ത് ഇതോടൻ തന്നെ ഈ രീതി കൂടെ ആക്കാവുന്ന രീതി കൂടെ മാറിയാൽ നല്ലത്. എല്ലാവരും നന്നായിട്ട് ഇനിയുള്ള എക്സാമുകളൊക്കെ പഠിക്കുക. ഇതിനൊക്കെയുള്ള ശുഭപ്രതീക്ഷ, ഇതൊക്കെ മാറും അല്ലെങ്കിൽ ഈ രീതിയൊക്കെ മാറും എന്നുള്ള ശുഭപ്രതീക്ഷ നിർത്തുന്നു. ഗുഡ് നൈറ്റ്.